ആദ്യം തന്നെ ഞാൻ ചട്ടി വെച്ച് കൊടുത്തേ. ചട്ടി ശകലം വലിയ ചട്ടിയായിട്ടാണ് എടുത്തേ. കാരണം കുറച്ച് തേങ്ങയൊക്കെ അരച്ച് വയ്ക്കുന്നതുകൊണ്ട് ഇങ്ങനെ തൂകരുതല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ കുറച്ച് വലിയ ചട്ടിയാണ് എടുത്തേ. അതിന് ശേഷം നമുക്കതവിടെ ചൂടാകട്ടെ. നമുക്ക് വേണ്ട സാധനം പ്രധാനമായിട്ട് തക്കാളി വേണം. തക്കാളി, ഇഞ്ചി, പച്ചമുളക്, കൊച്ചുള്ളി, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില. ഞാൻ പറിച്ച് കവറിനകത്ത് വെച്ചതാണ്. അങ്ങനെ പറിച്ചപ്പോൾ കുറച്ച് ഏറെ പറിച്ചു പോയി. അപ്പോൾ ഞാൻ കുറച്ച് കവറിനകത്തോട്ട് വെച്ചു. ഇനി നമുക്ക് എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. ചട്ടി ചൂടായേ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. വെളിച്ചെണ്ണയാണേ. വെളിച്ചെണ്ണയ്ക്ക് തന്നെ ഉണ്ടാക്കണം, നല്ല ടേസ്റ്റുള്ള. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാവേ. ഉലുവ ഒന്ന് പൊട്ടട്ടെ. ഉലുവ നന്നായിട്ട് മൂത്ത് വന്നാൽ നമുക്ക് കൊച്ചുള്ളി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ അതിൽ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും എല്ലാം കൂടെ അങ്ങ് ഒന്നിച്ചിട്ട് കൊടുക്കാം. തക്കാളി ഇപ്പിടണ്ട. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അപ്പം തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. സത്യം എൻ്റെ മൂക്കടപ്പൊക്കെ മാറി കേട്ടോ. പിന്നെ എൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ കുറച്ച് മാറാനായിട്ട്. മൂക്കടപ്പൊക്കെ മാറിയപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഇവിടെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടെ ആകുമ്പോൾ ഒന്നും കൂടെ നല്ല മണമൊക്കെ വരും. ഇതേപോലെ തന്നെ നിങ്ങൾ വെക്കണേ, എന്നാലേ അതിൻ്റെ ടേസ്റ്റൊക്കെ അറിയത്തുള്ളൂ. ഓക്കെ, നമ്മുടെ മീൻകൂട്ടനെ ഇവിടെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ പീസാക്കിയായിരുന്നു ഞാൻ, കാരണം എരിയും പുളിയൊക്കെ പിടിക്കണ്ടായോ. പിന്നെ ഞാൻ കുറച്ച് കുടംപുളിയും കൂടി ഇടും കേട്ടോ. കുടംപുളി ഇല്ലാത്ത മീൻകറി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളത്തിലൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടിയെ ഇത്രയും. ഉലുവാപ്പൊടി ഇച്ചിരി കുറച്ചായിട്ട്, കാരണം നമ്മൾ ഉലുവ ഇട്ടിട്ടുണ്ട്. ഇതും കൂടെ നന്നായിട്ട് കിടന്നൊന്ന് മൂത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വഴണ്ട് വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നേ. പിന്നെ നിങ്ങൾ എരിക്കനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം നമ്മളിതിനകത്ത് മുളക് പൊടി കുറച്ചായിട്ടേക്കുന്നത്. പച്ചമുളകിൻ്റെ എരിയാണ് നമുക്കിത് വേണ്ടത്. ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാൻ കണ്ട വീഡിയോയ്ക്കകത്ത് ഇങ്ങനെയല്ല, അത് വേറെ രീതിക്കാണ്. പക്ഷെ ഞാൻ എൻ്റെ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ അകത്ത് സവാള ചേർക്കുന്നുണ്ട്. ഇത് തക്കാളിയുടെ വെള്ളം കേട്ടോ. ഞാൻ സവാള മീൻകറിക്ക് ചേർക്കാറില്ല, എനിക്കത് അത്ര ഇഷ്ടമല്ല. ഒരു മധുരം വരത്തില്ലയോ. പിന്നെ മീൻകറിക്കൊന്നും സവാള ചേർക്കത്തില്ല, കൊച്ചുള്ളിയെ ചേർക്കത്തുള്ളേ. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് വെൽ. ഓക്കേ, എന്നിട്ട് വഴണ്ടങ്ങ് വരട്ടെ. ഞാൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്, എല്ലാവരും കൂടി എന്നെ അടുത്ത് പഞ്ഞിക്കിടല്ലേ മുത്തുമണികളെ. ഓക്കേ, പക്ഷെ സൗണ്ട് വയ്യ. ഇടയ്ക്ക് ഞാൻ ക്ഷീണിച്ചു പോയോ. ഇതിങ്ങനെ ഇരിക്കട്ടെ. സൗണ്ട് ഒരു സുഖമില്ല. സൗണ്ട് ഓക്കെ ആകാത്തതുകൊണ്ട് ഒരു സുഖമില്ല. ഇവിടെ കിടന്ന് ഇങ്ങനെയൊന്ന് വേകട്ടെ. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ കുടംപുളി വെള്ളം കുടംപുളിയോടുകൂടി അങ്ങ് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ കുടംപുളി വെള്ളത്തിൽ ഇതെല്ലാം ഈ അരപ്പെല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വേകട്ടെ. ഇതിങ്ങനെ യെല്ലോ കളറിലിരിക്കുന്ന കറിയല്ല കേട്ടോ, കുറച്ച് ചുമല നിറത്തിലൊക്കെ ആയിരിക്കുമേ. ചിലപ്പോൾ തേങ്ങ അരച്ചൊക്കെ ഇങ്ങനെ തക്കാളി ഇട്ട് വെക്കുന്ന കറി നമ്മൾ വീഡിയോസിനകത്ത് കാണത്തില്ല, ഇങ്ങനെ മഞ്ഞ കളർ. ഞാൻ പക്ഷേ അങ്ങനെയല്ല, ഞാൻ കുറച്ച് മുളക് പൊടിയൊക്കെ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഇച്ചിരി എരിയും പുളിയൊക്കെ വേണം, അതുകൊണ്ടാണ്. എരിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാണ്. ഓക്കെ, അതേണ്ട നല്ലൊരു ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂട് വെള്ളം തന്നെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് ഇത്രയും വെള്ളം മതിയേ. കാരണം ഇത് കഴിയുമ്പോൾ നമ്മൾ തേങ്ങ അരച്ചും കൂടി ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ കിടന്ന് വേണം ആ മീനുണ്ട് വെന്ത് വരാൻ. തേങ്ങ ഞാൻ ലാസ്റ്റേ ചേർക്കത്തുള്ളൂ. ഇങ്ങനെ തേങ്ങ ഒരുപാട് തിളച്ചാൽ അതിൻ്റെ ഒരു ഗുണം പോകും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിരിപിരാന്ന് വരും. അതുകൊണ്ട് ഞാൻ തേങ്ങ അരച്ചത് ലാസ്റ്റേ ചേർക്കത്തുള്ളൂ. ഇനി ഇതിൻ്റെ അത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. പക്ഷേ ഈ കറി ഇങ്ങനെ തന്നെ മീൻ കറി ആക്കി കഴിക്കാനും ടേസ്റ്റാണ്, തേങ്ങ ഇട്ടില്ലെങ്കിലും. പക്ഷെ നമുക്ക് തേങ്ങയും കൂടി അരച്ചൊഴിക്കാം, വെറൈറ്റി ആയിക്കോട്ടെ. എന്നും മുളക് കറി കാണിച്ച് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുമല്ലയോ. അപ്പം ഇന്ന് മുളക് കറി വേണ്ട നമുക്ക്. ഇനി നമുക്ക് നമ്മുടെ മീൻകുട്ടന്മാരെ പറക്കിയിടാം. എല്ലാവരെയും പിറക്കി അങ്ങിട്ട് കൊടുക്കാം. ക്യാമറാമാൻ ഞാൻ തന്നെയാണ്, ക്യാമറ ഗേൾ. ഇച്ചിരി മിസ്റ്റേക്കൊക്കെ വരും. എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന്
മുക്കി 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 വെച്ച് ഇപ്പം തന്നെ നല്ല കുറുകിയിരിക്കും ഈ കറി കേട്ടോ. പക്ഷെ കുറുകട്ടെ നന്നായിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വെന്ത് വറ്റട്ടെ. അതിന് ശേഷം നമുക്ക് തേങ്ങ അരച്ച് ഒഴിച്ച് കൊടുക്കാം. അടച്ച് വെച്ച് നമുക്ക് വേവിക്കാമേ. അടച്ച് വെച്ച് കൊടുക്കാം. ഞാൻ ഇന്ന് കുറച്ച് വലിയ ചട്ടി എടുത്താൽ കേട്ടോ, തേങ്ങ അരയ്ക്കുമ്പോൾ തൂ കണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. നമ്മുടെ മീൻകറി തന്നെ ഈ ഒരു പരുവായിട്ടുണ്ട്. അപ്പം ഞാൻ എരിയും പുളിയൊക്കെ നോക്കി ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് മീൻകറി കൂട്ടാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് തേങ്ങയും കൂടെ ഒഴിക്കുമ്പം ഒന്നുകൂടി ടേസ്റ്റ് കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് വറ്റട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് തേങ്ങ ഒഴിച്ച് കൊടുത്താൽ മതി. നമുക്കിപ്പോൾ നമ്മുടെ തേങ്ങയും കൂടി ഒഴിച്ച് കൊടുക്കാമേ. ഇനി ഇതിൻ്റെ അകത്ത് വെള്ളമൊന്നും ഒഴിക്കരുത്. തേങ്ങ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരുപാട് ഞാൻ തിളപ്പിക്കുകയും വേണ്ട കേട്ടോ. ഒരു പരുവത്തിൽ നമുക്ക് കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. കറിവേപ്പില എത്ര ഇടുന്നു അത്രയും ടേസ്റ്റ്. ഒരുപാട് തിള വരണ്ട, ഇത്രയും തിള വന്നാൽ മതി. ഞാൻ സ്റ്റവ് ഓഫാക്കുക, കാരണം ചട്ടിയുടെ ചൂട് കൊണ്ട് ഒന്നും കൂടെ തിളയ്ക്കും. ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ തേങ്ങ അങ്ങ് പിരിപിരാന്നായിപ്പോൾ. അപ്പോൾ നമ്മുടെ ആ കറിയുടെ ടേസ്റ്റ് അങ്ങ് പോകും. ഇതിൽ വേണമെങ്കിൽ കടുക് വറുത്ത് ഒഴിക്കേണ്ടവർക്ക് ഒഴിക്കാം, പക്ഷേ ഞാൻ ഒഴിക്കുന്നില്ല, അതെനിക്കിഷ്ടമല്ല. കാരണം ഈ കടുക് മീനോട്ടിന് അത്ര പിടുത്തമല്ല എനിക്കും, അതുകൊണ്ട് ഞാൻ ഒഴിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ മീൻ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. ഞാൻ ടേസ്റ്റ് നോക്കി പറയാതിരിക്കാൻ വയ്യ, അല്ലെങ്കിൽ ഒന്നും കൂടെ ഞാൻ നോക്കാം. ആഹാ, നല്ല ചൂടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. നല്ല എരി പുളി ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളിതെല്ലാം ഇതേപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളെന്നെ അറിയിക്കുകയും ചെയ്യണം കേട്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിന് കൂടെ തന്നെ ആ ബെല്ലൈക്കൺ കൂടെ കൊടുത്തോളൂ. എന്നാലും ഓക്കെ, നാളെ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ.